തന്നെ പറഞ്ഞു. ഉണ്ണിയങ്ക് കുറെ നാളത്തിന് ശേഷം തിരിച്ചു വന്നല്ലേ ഒരു റെട്രോ റിവൈൻഡ് കേൾക്കാം നമുക്ക്. തീർച്ചയായിട്ടും. ഉണ്ണിച്ചേട്ടൻ പഴയ കാലത്തിലേക്ക് ഒന്ന് പോവാം. അല്ല എന്നെക്കാളും മുമ്പഴക്കാണ്. ഇത് 60s 70s ഒക്കെയാണ്. ഇത് എന്നാ ഉണ്ണിയേട്ടൻ ഉണ്ണിയായിരുന്നു ഇപ്പോൾ ഉള്ള സമയത്ത്. നമ്മളൊക്കെ ആസ്വദിച്ചിരുന്ന സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആസ്വദിച്ചിരുന്ന പാട്ടുകളുമായിട്ടാണ് റെട്രോ സോങ്സ് വരുന്നത്. ഉണ്ണിയേട്ടൻ ഉണ്ണിയായിരുന്ന സമയത്തുള്ള പാട്ട്. കേൾക്കാം. ഉണ്ണിയങ്കൾ ഉണ്ണിയായിരുന്നപ്പോ പാട്ട് പാടാനായിട്ട് ഇവിടെ നിന്നല്ല ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മൾ ആളെ കൊണ്ടുവന്നിരിക്കുന്നത്. ബാംഗ്ലൂർ അല്ലേ മതം? അതെ, നമ്മുടെ ശ്രീയക്കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ശ്രീയ ഓൺ സ്റ്റേജ്. ഹലോ. അല്ല മിനുട്ടിനെ പറഞ്ഞു ശ്രീയ എന്നെന്ന്. ഇത്ര വളർന്നു ന്യൂ ഇയർ ആയപ്പോഴേക്കും ഇത്ര വളർന്നത് ഞാൻ ഓർത്തില്ല. ഒറ്റ ദിവസം കൊണ്ട് അതെ ശ്രീയ തന്നെയാണോ അത്? ആണോ? അതെ, ന്യൂ ഇയർ അടുത്ത വർഷമായപ്പോ അവള് വളർന്നു. ശരി ശരി. ധന്യവാദങ്ങളും. അങ്ങനെയാണോ പറയുന്നത്? നമസ്കാരം കന്നഡ. അതെ, ധന്യവാദಗಳು എന്ന് വെച്ചാൽ താങ്ക് യു ആണ്. ഓ ശരി, നന്ദിയാണ്. അപ്പൊ എന്താ പറയാ? ശുഭോദയ, നമസ്കാര, 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 നിಮಗೆ നമസ്കാര, നിಮಗೆ നമസ്കാരം. എന്റെ സാരി എല്ലാം കൊടുത്തിട്ട് റെട്രോ റൗണ്ട് ആണ്. ഓക്കെ. ശ്രീയക്കുട്ടിക്ക് എന്താ ന്യൂ ഇയർ വിശേഷം? ഞങ്ങൾ എല്ലാരും പറഞ്ഞു. ഞാൻ സെലിബ്രേറ്റ് ചെയ്തു ന്യൂ ഇയർ. ആണോ? ആണോ? ഓൾറെഡി സെലിബ്രേറ്റ് എങ്ങനെയായിരുന്നു സെലിബ്രേഷൻ? അടിപൊളിയായിരുന്നു. കേക്കൊക്കെ കട്ട് ആണോ? ചെയ്തു. ന്യൂ ഇയർ കേക്ക്. ഓക്കെ. പിന്നെ എനിക്ക് ചില റിസൊല്യൂഷൻസും ഉണ്ട്. എന്തൊക്കെയാണ് റെസൊല്യൂഷൻ? ഒരു പ്ലാൻ ഉണ്ട്, പിന്നെ ഒരു റിസൊല്യൂഷനും ഉണ്ട്. എനിക്ക് അടുത്ത വർഷം കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആവാന്ന് തോന്നി. ഈ ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇടയ്ക്ക് എനിക്ക് കുറച്ച് ലേസിനെസ് വളരെ ഓർഗനൈസ്ഡ് ആവാം. കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ട്. പിന്നെ എനിക്ക് അടുത്ത വർഷം എന്തായാലും ഔട്ട് ഓഫ് കൺട്രി എവിടെയെങ്കിലും ട്രാവൽ ചെയ്യണം. അത് ഈ വർഷം എന്തായാലും നടക്കട്ടെ. അത് ഈ വർഷമല്ല, ഇനി എല്ലാ വർഷങ്ങളും നടക്കട്ടെ. അപ്പോ റെട്രോ റിവൈൻഡിൽ ഏത് പാട്ടാണെന്ന് പാടാൻ പോകുന്നത്? നക്ഷത്ര കിന്നരന്മാർ വിരുന്നു വന്നു. ബ്യൂട്ടിഫുൾ സോങ്, അടിപൊളി പാട്ട്, ഉഗ്രം പാട്ട്. ഡീറ്റെയിൽസ്. ഇയർ 1972. മൂവി പുഷ്പാഞ്ജലി. മ്യൂസിക് കമ്പോസർ അർജുനൻ സർ. ലിറിസിസ്റ്റ് ശ്രീകുമാരൻ തമ്പി സർ. സിംഗർ സുശീല അമ്മ. വെരി ഗുഡ്. റേഡിയോയില് പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. അതെ അതെ. ശ്രീകുട്ടി വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ആരെങ്കിലും കൂടെ വന്നിട്ടുണ്ടോ? എന്റെ അച്ഛമ്മയും അച്ഛനും പിന്നെ എന്റെ അച്ഛന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഓ ഹായ്. ഓക്കെ, നമസ്കാരം. ആദ്യമായിട്ടാ ടോപ് സിംഗറിൽ വരുന്നല്ലേ? ആദ്യമായിട്ടാണ്. അവര് എല്ലാ എപ്പിസോഡും കാണും. ആണോ? പിന്നെ ശ്രീ എനിക്ക് പിന്നെ കാണാണ്ടിരിക്കാൻ പറ്റുമോ? അല്ല, അവരാ ചിലപ്പോ ആദ്യമേ കാണുന്നുണ്ടാവും. ശ്രീ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് കാണുന്നുണ്ടാവും. മുടങ്ങാണ്ട് കാണുന്നുണ്ടാവും. അതെ, പാട്ട് കേൾക്കാം. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നക്ഷത്ര കിന്നരന്മാർ വിരുന്നു വന്നു. നവരത്ന ചിത്രവേദി ഒരുങ്ങി നിന്നു.
വെരി നൈസ്, വെരി നൈസ്, ബ്യൂട്ടിഫുൾ. വെരി നൈസ്. മതി, വോയിസ് ഒന്ന് കുറച്ചുകൂടി ത്രോ കൊടുക്കണം. ആ ഒരു സംശയം, മെന്റൽ ബ്ലോക്ക് മാറ്റിയെടുക്കണം. ഇന്ന് രണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് 98.75 ഔട്ട് ഓഫ് 100. എക്സലന്റ് മാർക്ക്. അപ്പൊ ഷിയക്കുട്ടി ഹാപ്പി ന്യൂ ഇയർ. ബ്ലോക്ക് കടിച്ചു പിടിച്ച് കളഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം വരണം. എന്തായിരുന്നു പുതിയ റെസൊല്യൂഷൻ? ആദ്യം തന്നെ മെന്റൽ ബ്ലോക്ക് കളയാ. അതെ. അതാണ്. രണ്ടാമത് ട്രാവൽ ചെയ്യാം Yes. സുഹൃത്തിന്റെ കൂടെ. അതെ. മൂന്നാമത് എല്ലാം ഓർഗനൈസ്ഡ് ആയി വെക്കുക. Laziness കളയാ. അപ്പൊ പോയി ഇനി പുതിയൊരു മനുഷ്യനായിട്ട്. അതെ. ലേസിനെസ് കളയാ. അതെ, ഇതൊക്കെ കളഞ്ഞ് പുതിയൊരു മനുഷ്യനായിട്ടായിരിക്കും ഇനി ഷിയക്കുട്ടി നമ്മളെ തിരിച്ചു വരുന്നത്. കാണുന്നത്. Yes. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ടു യു.